ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഡെയിലി 25 ക്വസ്റ്റ്യൻസിൻ്റെ നമ്മുടെ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇലക്ട്രിക്കൽ ക്വസ്റ്റ്യൻ ബാങ്ക് സീരീസാണ്. കാണാത്തവരൊക്കെ കാണുക. നമ്മളിപ്പോൾ ഏകദേശം 7ഓളം സീരീസ് ആയിട്ടുണ്ട്. കാണാത്തവരൊക്കെ കാണുക. നമുക്കറിയാം നമ്മുടെ KCB അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനെ വരുന്നുണ്ട്. സോ നിങ്ങൾ അതിനെല്ലാം പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. നമ്മളെല്ലാത്തിൻ്റെയും ഓൺലൈൻ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: The all-day efficiency of the transformer depends on the all-day efficiency. ഒരു ട്രാൻസ്ഫോമറിൻ്റെ all-day efficiency എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്? ഡിപ്പെൻഡ്സ് ഓൺ കോപ്പർ ലോസും അതുപോലെ തന്നെ എമൗണ്ട് ഓഫ് ലോഡ്, ബോത്ത് B and C. കോപ്പർ ലോസും അതുപോലെ ഡ്യൂറേഷൻ ഓഫ് ലോഡ് എന്തൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്? all-day efficiency of ട്രാൻസ്ഫോമർ ഡിപ്പെൻഡ് ഓൺ കോപ്പർ ലോസ് അല്ല, എമൗണ്ട് ഓഫ് ലോഡ് ആൻഡ് ഡ്യൂറേഷൻ ഓഫ് ലോഡ്. മനസ്സിലായ? all-day efficiency. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: എ തൈറൈറ്റ് ടൈപ്പ് ലൈറ്റ്നിങ് അറസ്റ്റർ. തൈറൈറ്റ് ടൈപ്പ് ലൈറ്റ്നിങ് അറസ്റ്റർ എന്ന് വെച്ചാൽ എന്താണ്? അത് എന്താണ്? ഒരു ഓഫേഴ്സ് എ ലോ റെസിസ്റ്റൻറ്റ് പാത്ത് ടു ദ സർജ്. തൈറൈറ്റ് ടൈപ്പ് ലൈറ്റ്നിങ് അറസ്റ്റേഴ്സ് ലോ റെസിസ്റ്റൻസ് പാത്താണ് ഓഫർ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദി ഫോളോയിങ് ടൈപ്സ് ഓഫ് ഹീറ്റിംഗ് വിൽ ബി പ്രിഫേർഡ് ഫോർ കുക്കിംഗ് ഫുഡ് വിത്തൗട്ട് റിമൂവിങ് ദ ഔട്ടർ ഷെൽസ്? താഴെ തന്നിരിക്കുന്നത് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹീറ്റിംഗ് പഠിക്കുന്നുണ്ട്. അതിൽ ഏതാണ് നമ്മൾ കുക്കിംഗ് ഫുഡ് വിത്തൗട്ട് റിമൂവിങ് ദ ഔട്ടർ ഷെൽസ് പ്രിഫർ ചെയ്യുന്ന ഏത് മെത്തേഡാണ്? ഡൈഇലക്ട്രിക് ഹീറ്റിംഗ് ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ തിയറി ക്ലാസ്, ഇതിൻ്റെയൊക്കെ തിയറി ക്ലാസ് നമ്മൾ എടുത്തിട്ടുണ്ട്. സോ നമുക്ക് ഇതിൻ്റെ തിയറി പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള ടൈമിംഗ് നമുക്ക് വളരെ കുറവാണ്. സോ തിയറി പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് കുറേ പറയാനുണ്ട്. നമ്മൾ ഓരോ 25 മിനിറ്റ്സിൻ്റെ വീഡിയോ വെച്ച് നമ്മൾ തിയറി ക്ലാസ് എടുക്കുന്നത്. സോ തിയറി ക്ലാസ് നമുക്ക് വേണമെങ്കിൽ, റെക്കോർഡഡ് തിയറി ക്ലാസ് വേണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. പിന്നെ ഞാൻ ക്വസ്റ്റ്യൻസ് മാത്രം, പ്രീവിയസ് ഇയറിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ജസ്റ്റ് നോക്കി പോകത്തുള്ളൂ. ഓക്കെ, അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ: ഡാമ്പിംഗ് യൂസ്ഡ് ഇൻ മൂവിങ് അയൺ ഇൻസ്ട്രുമെൻറ്റ് ഈസ് ഡാഷ്. മൂവിങ് അയൺ ഇൻസ്ട്രുമെൻറ്റ് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ്സിൽ വരുന്നതാണ്. മൂവിങ് അയൺ ഇൻസ്ട്രുമെൻറ്റ്സിൽ യൂസ് ചെയ്യുന്ന ഡാമ്പിംഗ് ഏതാണ്? ഇറ്റ് ഈസ് എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ്. അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ: ആൻ RLC സീരീസ് സർക്യൂട്ട് റിമെയിൻസ് പ്രീഡോമിനൻ്റ്ലി ഇൻഡക്റ്റീവ്. എപ്പോഴാണ് ഒരു RLC സീരീസ് സർക്യൂട്ടിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ഇൻഡക്റ്റീവ് ആവുന്നത് എപ്പോഴാണ്? വെൻ ഇറ്റ് ഈസ് എബോ റെസൊണൻറ്റ് ഫ്രീക്വൻസിയെക്കാട്ടി മുകളിലാകുമ്പോൾ, എബോ റെസൊണൻറ്റ് ഫ്രീക്വൻസിയിലാണ് ആ സർക്യൂട്ട് ഇൻഡക്റ്റീവ് ആവുന്നത്. ഓക്കെ, അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ: സ്റ്റഡി സ്റ്റേറ്റ് സ്റ്റെബിലിറ്റി ഓഫ് എ പവർ സിസ്റ്റം ഈസ് എൻഹാൻസ്ഡ് ബൈ. നമ്മുടെ പവർ സിസ്റ്റത്തിൻ്റെ സ്റ്റഡി സ്റ്റേറ്റ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് യൂസിങ് ഡബിൾ സർക്യൂട്ട് ലൈൻസ് യൂസ് ചെയ്താണ് അത് കുറച്ചും കൂടെ എൻഹാൻസ്ഡ് ആവുന്നത്. സ്റ്റഡി സ്റ്റേറ്റ് സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ എൻഹാൻസ്ഡ് ആവുന്നത് ബൈ യൂസിങ് ഡബിൾ സർക്യൂട്ട് ലൈൻസ് യൂസ് ചെയ്താണ് എൻഹാൻസ്ഡ് ആവുന്നത്. ഓക്കെ, അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യൻ: എ ഹൈഡൽ പവർ പ്ലാന്റ് ഓഫ് റൺ ഓഫ് റിവർ ടൈപ്പ് ഷുഡ് ബി പ്രൊവൈഡഡ് വിത്ത് എ പോണ്ടേജ് സോ ദാറ്റ്. ഹൈഡൽ പവർ പ്ലാന്റ് ഓഫ് റൺ ഓഫ് റിവർ ടൈപ്പ് ഷുഡ് ബി പ്രൊവൈഡഡ് വിത്ത് എ പോണ്ടേജ് സോ ദാറ്റ് എന്താണ്? ഫേം കപ്പാസിറ്റി ഓഫ് അത് കാരണം നമ്മുടെ ഫേം കപ്പാസിറ്റി, ആ ഹൈഡൽ പവർ പ്ലാന്റിൻ്റെ ഫേം കപ്പാസിറ്റി കൂട്ടുക, ഇൻക്രീസ്ഡ്. അടുത്ത എട്ടാമത്തെ ക്വസ്റ്റ്യൻ: വിച്ച് വൺ ഈസ് നോട്ട് എ അൺകൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി. തന്നിരിക്കുന്നതിൽ അൺകൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി അല്ലാത്ത ഏതാണ്? ഫോസിൽ ഫ്യൂൽ. അടുത്ത പത്താമത്തെ ക്വസ്റ്റ്യൻ: ദ റിലേറ്റീവ് പെർമിബിലിറ്റി ഓഫ് ഡയമാഗ്നറ്റിക് മെറ്റീരിയൽ ഈസ്. എന്താണ് ഒരു ഡയമാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ റിലേറ്റീവ് പെർമിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ലെസ് ദാൻ 1 ആണ്. അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യൻ: വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ. താഴെ തന്നിരിക്കുന്നതിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ട്രൂ ആയിട്ടുള്ളതെന്ന്? ഏതാണ്? ക്രിച്ചോഫ് ലോ ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു സർക്യൂട്ട്സ് വിത്ത് ഡിസ്ട്രിബ്യൂട്ടഡ് എലമെൻറ്റ്സിൽ ക്രിച്ചോഫ് ലോ ആപ്ലിക്കബിൾ അതാണ്. ക്രിച്ചോഫ് ലോ ഈസ് നോട്ട് ആപ്ലിക്കബിൾ, ക്രിച്ചോഫ് ലോ ആപ്ലിക്കബിൾ അല്ല. ഏതിനാണ്? ഡിസ്ട്രിബ്യൂട്ടഡ് എലമെൻറ്റ്സിൽ. അതാണ് ട്രൂ ആയിട്ടുള്ളത്. അടുത്ത 12ാമത്തെ ക്വസ്റ്റ്യൻ: സ്റ്റെബിലിറ്റി ഓഫ് എ സിസ്റ്റം ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ. സ്റ്റെബിലിറ്റി, ഒരു സിസ്റ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് എന്തിനെ അഫക്റ്റ് ചെയ്യുന്നില്ല? ഇറ്റ്സ് നോട്ട് അഫക്റ്റഡ് ബൈ ഇറ്റ്സ് ലോസസ്. അടുത്ത 13ാമത്തെ ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് ഫോർ മേക്കിംഗ് പോർസലൈൻ ഇൻസുലേറ്റേഴ്സ്. പോർസലൈൻ ഇൻസുലേറ്റേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടി താഴെ തന്നിരിക്കുന്നതിൽ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അല്ലാത്തത് ഏതാണ്? ഇറ്റ് ഈസ് സിലിക്ക. അടുത്ത 14ാമത്തെ ക്വസ്റ്റ്യൻ: നെയിം ദി ജനറേറ്റിംഗ് സ്റ്റേഷൻ വെയർ ഇലക്ട്രിക്കൽ എനർജി ഈസ് ജനറേറ്റഡ് ത്രൂ സ്റ്റീം. അതെല്ലാവർക്കും അറിയാം, ഏതാണ്? തെർമൽ പവർ സ്റ്റേഷൻ. അടുത്ത 15ാമത്തെ ക്വസ്റ്റ്യൻ: ഇൻ എ 3-phase 4-wire കേബിൾ ദ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ന്യൂട്രൽ കണ്ടക്ടർ ഈസ്. 3-phase 4-wire കേബിളിൽ ന്യൂട്രൽ കണ്ടക്ടേഴ്സിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഹാഫ് ദി ഫേസ് കണ്ടക്ടറിൻ്റെ ഹാഫ് ആയിരിക്കും, ഹാഫ് ദി ഫേസ് കണ്ടക്ടർ. അടുത്ത 16ാമത്തെ ക്വസ്റ്റ്യൻ: ഹോൾ ഇൻ ദ ഈസ് ദ വാക്കൻസി ക്രിയേറ്റഡ് വെൻ. എന്താണ് ഹോളും നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഹോളെന്ന് വെച്ചാൽ എന്തിൻ്റെ ഒരു വാക്കൻസിയാണ്? ഇറ്റ്സ് ആൻ ഇലക്ട്രോൺ ബ്രേക്സ് ഇറ്റ്സ് കോവാലൻറ്റ് ബോണ്ട്.
എ ഹോൾ ഈസ് ദ വാക്കൻസി ക്രിയേറ്റഡ് വെൻ ആൻ ഇലക്ട്രോൺ ബ്രേക്ക് ഇറ്റ്സ് കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പം അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു വാക്കൻസിനെയാണ് നമ്മൾ ഹോൾ എന്ന് പറയുന്നത്. അടുത്ത 17ാമത്തെ ക്വസ്റ്റ്യൻ, ഫോർബിഡൻ എനർജി ഗ്യാപ്പ് ബിറ്റ്വീൻ വാലൻസ് ബോണ്ട് ആൻഡ് കണ്ടക്ഷൻ ബോണ്ട് ഈസ് ലീസ്റ്റ് ഇൻ ദ കേസ് ഓഫ്. നമ്മുടെ വാലൻസ് ബോണ്ടിൻ്റെയും കണ്ടക്ഷൻ ബാൻഡിൻ്റെയും ഫോർബിഡൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് ലീസ്റ്റ് ഇൻ ദ കേസ് ഓഫ് എന്താണ്, ഇംപ്യൂർ സിലിക്കണിൽ ലീസ്റ്റ് ആണ്. അടുത്ത 18ാമത്തെ ക്വസ്റ്റ്യൻ, ഡോണർ ഇമ്പ്യൂരിറ്റി ആറ്റം ഇൻ എ സെമി കണ്ടക്ടർ റിസൾട്ട് ഇൻ ന്യൂ ഡാഷ്. ഡോണർ ഇമ്പ്യൂരിറ്റി ആറ്റം റിസൾട്ടിനെ എന്താണ്, ഇറ്റ് റിസൾട്ട് ഇൻ എ ന്യൂ ഡിസ്ക്രീറ്റ് എനർജി ലെവൽ ജസ്റ്റ് ബിലോ കണ്ടക്ഷൻ ലെവൽ. അപ്പോൾ എന്താണ് നമ്മുടെ കണ്ടക്ഷൻ ലെവലിനെ കുറിച്ചൊക്കെ നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആൻസർ എന്താണ്, ഡിസ്ക്രീറ്റ് എനർജി ലെവൽ ജസ്റ്റ് ബിലോ കണ്ടക്ഷൻ ലെവലാണ്. 19ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഇ എം എഫ് ഓഫ് എ ഡി സി ജനറേറ്റഡ് ഡിപ്പെൻഡ്സ് ഓൺ. ഒരു ഡി സി ജനറേറ്ററിൻ്റെ ഇ എം എഫ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, അതിൻ്റെ സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു സ്പീഡ്. അടുത്ത 20ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ ഡി സി മോട്ടർ വെയർ ഡസ് അയൺ ലോസ് ഒക്കെ. ഡി സി മോട്ടറിൽ അയൺ ലോസ് ഒക്കെ ചെയ്യുന്ന ഏതിലാണ്, യോക്കിലാണ്, യോക്ക്. ഓക്കെ. അടുത്ത 21ാമത്തെ ക്വസ്റ്റ്യൻ, ഡി സി മെഷീൻസിലെ ഡമ്മി കോയിൽ യൂസ് ചെയ്യുന്ന എന്തിനു വേണ്ടിയാണ്, ടു ബ്രിങ് എബൌട്ട് മെക്കാനിക്കൽ ബാലൻസ് ഓഫ് ആർമേച്ചറിന് ഒരു മെക്കാനിക്കൽ ബാലൻസ് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഡി സി മെഷീൻസിൽ ഡമ്മി കോയിൽസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അടുത്ത 22ാമത്തെ ക്വസ്റ്റ്യൻ, എ സിമ്പിൾ മെത്തേഡ് ഓഫ് ഇൻക്രീസിങ് ദ വോൾട്ടേജ് ഓഫ് ഡി സി ജനറേറ്ററിൻ്റെ വോൾട്ടേജ് കൂട്ടുന്ന ഒരു സിമ്പിൾ മെത്തേഡ് താഴെ തന്നിരിക്കുന്നത് ഏതാണ്, എന്താണ്, എങ്ങനെ നമുക്കതിൻ്റെ വോൾട്ടേജ് കൂട്ടാം, അതിൻ്റെ സ്പീഡ് ഓഫ് റൊട്ടേഷൻ കൂട്ടിയാൽ മതി അല്ലേ. ഡി സി ജനറേറ്ററിൻ്റെ സ്പീഡ് ഓഫ് റൊട്ടേഷൻ കൂട്ടിയാൽ മതി, നമുക്കതിൻ്റെ വോൾട്ടേജ് നമുക്ക് കൂട്ടാൻ പറ്റും. അടുത്ത 23ാമത്തെ ക്വസ്റ്റ്യൻ, ദ മോസ്റ്റ് എഫിഷ്യൻറ്റ് ഗേറ്റ് ട്രിഗറിങ് സിഗ്നൽ ഫോർ എ സി ആറിൻ്റെ മോസ്റ്റ് എഫിഷ്യൻറ്റ് ഗേറ്റ് ട്രിഗറിങ് സിഗ്നൽ എന്ന് പറയുന്നത് എന്താണ്, എ ഹൈ ഫ്രീക്വൻസി പൾസ് ട്രെയിൻ ആണ് മോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഗേറ്റ് ട്രിഗറിങ് സിഗ്നൽ എന്ന് പറയുന്നത്. അടുത്ത 24ാമത്തെ ക്വസ്റ്റ്യൻ, എ ഡ്രൈവർ സർക്യൂട്ട് ഈസ് റിക്വയർഡ് ബിറ്റ്വീൻ ദ കൺട്രോളർ ആൻഡ് ദ പവർ സർക്യൂട്ട് മെയിൻലി ഫോർ ഡാഷ്. ഒരു കൺട്രോളറിലും പവർ സർക്യൂട്ടിനും ഇടയ്ക്ക് നമ്മളൊരു ഡ്രൈവർ സർക്യൂട്ട് വെച്ചിട്ടുണ്ട്. അത് എന്തിനു വേണ്ടിയാണ്, മെയിൻലി ടു നെസസറി ഡ്രൈവ് പവർ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്യൂറിങ് ഫോർവേഡ് ബ്ലോക്കിംഗ് സ്റ്റേറ്റ് എ തൈറിസ്റ്റർ ഈസ് അസോസിയേറ്റ് വിത്ത്. നമ്മൾ തൈറിസ്റ്ററിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ഫോർവേഡ് ബ്ലോക്കിംഗ് സ്റ്റേറ്റിൽ തൈറിസ്റ്റർ എന്ന് പറയുമ്പോൾ എന്താണ് എന്ന് പറയുമ്പം ലോ കറണ്ട് ലാർജ് വോൾട്ടേജ് ആണ്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ 25 ക്വസ്റ്റ്യൻസ്. നിങ്ങൾ പഠിക്കാം. മുന്നേ ചെയ്തിട്ടുള്ള 25 ക്വസ്റ്റ്യൻസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടാം, അത് നോക്കി പഠിക്കുക. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മളിപ്പോൾ എല്ലാ ദിവസവും നമ്മൾ 25 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. 25 ക്വസ്റ്റ്യൻസ് നിങ്ങളെല്ലാവരും എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഓൾറെഡി നിങ്ങൾ തിയറി ക്ലാസ്സസ് ഒക്കെ കേട്ട് കാണും. സോ അതിൻ്റെ കൂടെ നിങ്ങളൊരു എക്സാം പോലെ ഒന്ന് കണ്ടക്ട് ചെയ്ത് നോക്കൂ. ഓക്കെ. താങ്ക് യു.